ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം സോഷ്യൽ ലിങ്കേജസ് ആണ്. അതായത് പാർട്ട് 13 എത്തി. നമ്മൾ പാർട്ട് 1 to 13 വരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. ഒബ്സർവ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ നോക്കുക, നോട്ട്സ് ഒക്കെ അതേപോലെ എഴുതിയെടുക്കാൻ നോക്കുക. ദെൻ നമ്മൾ സോഷ്യൽ ലിങ്കേജ് എന്നുള്ള പാഠത്തിലേക്കാണ് പോകുന്നത്. ഇതിൽ നമ്മൾ പഠിക്കാൻ കുറേ കാര്യങ്ങളും കുറേ സബ്ജക്റ്റും വാല്യൂ ഡെവലപ്മെന്റ് ഉണ്ട്. നമ്മൾ വാല്യൂസിന്റെ ചാപ്റ്റർ വേറെ തന്നെ കുറേ പഠിച്ചത് നിങ്ങൾക്ക് അറിയാം. എന്താണ് വാല്യൂ, സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന വാല്യൂസിനെ പറ്റി നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Then value of education, period of value development and value development and social institution. Okay, institution, social institution. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എങ്ങനെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമുക്കറിയാം ഏതൊക്കെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ എന്തൊക്കെ പറഞ്ഞത്, സ്കൂൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു, വില്ലേജ് ഓഫീസ് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഹെൽത്ത് സെന്റർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഫാമിലി ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാമിലി തന്നെയാണ്. അവിടെ നിന്നാണ് കുട്ടി വളരുന്നതും വാല്യൂസ് ആ കുട്ടി കിട്ടുന്നതും. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് ദി നെക്സ്റ്റ് ഇതിൽ ബോക്സസ് ആയിട്ട് നിങ്ങളെ ടെക്സ്റ്റിൽ കറക്റ്റായി കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളെല്ലാം കൂടി വാരി വലിച്ചൊന്നും പഠിക്കേണ്ട. ക്യാപ്സ്യൂളുകളായിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടി വരുന്നത് മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. സോഷ്യലൈസേഷൻ ആൻഡ് പ്രോസസ് ഫോർ വാല്യൂ ഡെവലപ്മെൻറ്റ് ആൻഡ് ദ ഹോം, ദ ഫസ്റ്റ് ലേണിംഗ് പ്ലേസ്, ദാറ്റ് ഈസ് ഹോം. ദ ഫസ്റ്റ് ലേണിംഗ് പ്ലേസ്, നമ്മൾ പഠിക്കുന്ന സ്ഥാപനം, ലേണിംഗ് പ്ലേസ് ഏതാണ്? ഹോമാണ്. ഹോം എവിടെ ഉള്ളതാണ്? ഫാമിലിയിലാണ്. ഓക്കെ, കുടുംബത്തിലാണ് നമ്മൾ വീട്ടിൽ നിന്നാണ് ഓരോ കുട്ടിയും ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നത്. എന്ത് ലേൺ ചെയ്യുന്നത്? ജീവിക്കാനും സംസാരിക്കാനും പെരുമാറാനും മറ്റുള്ളവരുടെ ഇടപഴകാനും ഓരോ സ്വഭാവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരിക. ഇത് ഓരോ സ്നേഹം, കോപ്പറേഷന്, ത്യാഗം, അല്ലേ, അങ്ങനെ വിട്ടുകൊടുക്കലൊക്കെ പഠിച്ചു വരുന്നത് ഹോമിൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇതിൽ പഠിക്കുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ഇമോഷണൽ എക്സ്പീരിയൻസ്. സോഷ്യൽ ഇമോഷണൽ എക്സ്പീരിയൻസ് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്, അല്ലേ? സോഷ്യൽ ഇമോഷണൽ എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ഹോം എൻവയോൺമെന്റ്. ഒരു ഹോം എൻവയോൺമെന്റിലെ ക്വാളിറ്റീസ്, അതായത് ഒരു വീടിൻ്റെ പരിതസ്ഥിതിയിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ബിഹേവിയർ ആൻഡ് ഇമ്പാക്ഷൻ വാല്യൂ ഓഫ് ഡെവലപ്മെന്റ്, ആറ്റിറ്റ്യൂഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ള വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ ദ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ, പീരീഡ് ഓഫ് വാല്യൂ ഡെവലപ്മെന്റ്. ഒരു വാല്യൂ ഡെവലപ്മെന്റ് ആവാനുള്ള ഒരു പീരീഡ്, അതായത് കുഞ്ഞിലേന്നൊക്കെ നമുക്കറിയാം. ഇതിൽ നമ്മൾ നെക്സ്റ്റ് പറയാനുള്ള പോയിന്റ് ബിഹേവിയറൽ ആൻഡ് ഇമ്പാക്ഷൻ ഓഫ് വാല്യൂ, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇതിൽ ഉൾപ്പെടും. നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ എൻവയോൺമെന്റ് പറഞ്ഞു. ഇതിൽ ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ് ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ഇമോഷണൽ എക്സ്പീരിയൻസ്. ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ, അത് മിസ് ഇതിൽ എഴുതിയിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസ്. ഓക്കെ, ഇൻഫ്ലുവൻസ് ഓഫ്, മിസ് ഇവിടെ എഴുതാം, ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസ്. അത് ശ്രദ്ധിക്കുക, ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ അതിലൊന്നാമത്തെ പോയിന്റ്. അപ്പോൾ മിസ് ഇതിന് കറക്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളത് മിസ് വായിക്കാം. എനി കൈൻഡ് ഓഫ് ലേണിംഗ് പ്രോസസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ലിങ്കേജസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സവിശേഷതയാണ് എന്ത്, ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസ് സൊസൈറ്റി. അപ്പം മിസ്സിന് ഈ ഒരു ക്ലാസ്സിൽ മിസ്സിന് അത്രയും ഹൃദയസ്പർശിയായിട്ടുള്ളതും മിസ്സിന് കണ്ണ് നിറഞ്ഞു പോയതുമായ ഒരു സൊസൈറ്റി എക്സ്പീരിയൻസ് മിസ് പറഞ്ഞു തരാം. ചുരുങ്ങിയ വാക്കിൽ മിസ്സിന് ഒരു ഏകദേശം ഒരു 6 മാസം മുമ്പ് മിസ്സിൻ്റെ ലൈഫിലുണ്ടായ ഒരു കഥ. അതൊരു സോഷ്യൽ എക്സ്പീരിയൻസ് ആണ്. ലാസ്റ്റ് അത് ഇമോഷണൽ ആയിപ്പോയത്. അത് എങ്ങനെയാണ്, സൊസൈറ്റി എങ്ങനെയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്തെല്ലാം മിസ് പറഞ്ഞുതരാം.
ചുരുങ്ങിയ വാക്കിൽ ആ ഒരു സംഭവം പറയുകയാണെങ്കിൽ, മിസ്സിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് വയ്യാതായി. അവർക്ക് കാരുണ്യ എന്ന് പറയുന്ന ഒരു എന്താ പറയുക പദ്ധതി ഉണ്ടല്ലോ, നമ്മുടെ ധനസഹായത്തിനുള്ള ആ ഒരു ഫോം പെട്ടെന്ന് കിട്ടിയില്ല. കാരണം അവർക്ക് റേഷൻ കാർഡ്, ആധാർ, അങ്ങനെ കുറച്ച് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊണ്ട് കൊടുക്കാനും വില്ലേജ് ഓഫീസ് അങ്ങോട്ട് പോകാനൊന്നും അവർക്ക് സമയം കിട്ടിയില്ല. പെട്ടെന്നാണ് വയ്യാതായത്. 3 പെൺകുട്ടികളാണ്. അവർക്ക് ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. എങ്കിലും മിസ് എന്ത് ചെയ്തു, അവർ ആ കൂട്ടുകാരി മിസ്സിനെ വിളിച്ചു. മിസ് പെട്ടെന്ന് തന്നെ അവർ മഞ്ചേരി മലബാർ എന്ന ഹോസ്പിറ്റലിലായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് മിസ് 2-3 മണിക്കൂർ കൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു 3 ലക്ഷം രൂപ കാരുണ്യ ധനസഹായ പദ്ധതി മിസ് അത് ശരിയാക്കി കൊടുത്തു. അവർക്ക് ബില്ലടയ്ക്കാൻ ക്യാഷില്ലായിരുന്നു. ബില്ലടയ്ക്കാൻ കഴിയാതെ ആ ഒരു കുടുംബം ആശുപത്രിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായ അവസ്ഥ. അല്ലെങ്കിൽ മിസ് കഴിയുന്നത് വെറും ഫോൺ വഴി മിസ് എന്ത് കൺട്രോൾ ചെയ്തു. മിസ് അവിടുത്തെ ഓഫീസുകളിലേക്ക് വിളിച്ചു, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ വിളിച്ച്, വില്ലേജ് ഓഫീസ്, ആ മഞ്ചേരി എടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ പറയുന്നില്ല, ആ ഒരു പ്ലേസിലെ പഞ്ചായത്തിലെ പ്രസിഡന്റ് അടക്കം വാർഡ് മെമ്പർ, അങ്ങനെ മിസ് ഒരു 5-6 മണിക്കൂറിനുള്ളിൽ വിളിച്ച ഫോൺ കോളുകൾക്ക് കണക്കില്ല. വിളിച്ച് ലാസ്റ്റ് അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് നിർബന്ധമായിരുന്നു. എങ്കിലും മിസ് പല രാഷ്ട്രീയ നേതാക്കന്മാരെ അതിനിടെ വിളിച്ചു. സൊസൈറ്റിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലെ A to Z വരെയുള്ള ആളുകളെ വിളിച്ചു. കാരണം മിസ്സിൻ്റെ മുന്നിൽ ഒരേ ഒരു ചിത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാവപ്പെട്ട എൻ്റെ കൂട്ടുകാരിയും അവളുടെ പാവപ്പെട്ട എത്രയും നല്ല ഞാൻ എൻ്റെ ബ്രദറായി കാണുന്ന അവളുടെ ഭർത്താവും 3 പെൺകുട്ടികളും മുന്നിലേക്ക് എന്താ പറയുക, ഭാവിയിൽ ഒന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ മിസ് എന്ത് ചെയ്തു, അത്രക്കും എഫേർട്ട് എടുത്ത് അവസാനം 5-6 മണിക്കൂറുകൾ ശേഷം എന്ത് ചെയ്തു, ആ ഒരു ക്യാഷ് അവർക്ക് കിട്ടി. ഗവൺമെൻറ് അത് പാസ്സാക്കി. അത് വില്ലേജ് ഓഫീസർ എത്രയോ ദിവസങ്ങളോളം കയറിറങ്ങിയാലും പറ്റാത്തൊരു സംഭവമാണ് അത്രയും മണിക്കൂറുകൾക്കുള്ളിൽ ചെയ്യാൻ പറ്റിയത്. അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കൂടാതെ സൊസൈറ്റിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന വില്ലേജ് ഓഫീസ് മുതൽ, നേരത്തെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, വില്ലേജ് ഓഫീസ് മുതൽ അങ്ങ് ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ മിസ്സിൻ്റെ കൂടെ നിന്നതുകൊണ്ടും അതിലൊരു സത്യസന്ധമായ കാര്യങ്ങളും ഈ ഒരു അവസരത്തിൽ അതിലൊരു എല്ലാവർക്കും മിസ്സായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്ന ഒരു വേദിയും കൂടി ആക്കുകയാണ്. കാരണം ഇതൊരു പ്ലാറ്റ്ഫോമാണ്, അറിയാം, എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ വിഷയം എന്താണ്, വാല്യൂ ഓഫ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഭാഗത്തിന് കറക്റ്റ് എക്സാമ്പിളായിട്ട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടി പഠിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായ വില്ലേജ് ഓഫീസ് മുതൽ കേന്ദ്ര ഗവൺമെൻറ്റും നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്ന ഓരോ ആളുകളും മിസ്സിൻ്റെ കൂടെ നിന്നു. അതായത് അത്രയും നല്ല കാര്യം ചെയ്യാൻ മിസ്സിൻ്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ്. എങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സംസാരിച്ച് അത് ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു ദൈവം തന്ന ആ ഒരു എന്തോ ഭാഗ്യം കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുകൂടിയാണ് അവരെ രക്ഷിച്ചു. കൂടാതെ നെക്സ്റ്റ് പിന്നെ വന്നത് അത് ഇമോഷനിലേക്ക് എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ, ആ കുട്ടികളെ ഞാൻ അത്ര പേഴ്സണലി പരിചയമില്ലാത്ത കുട്ടികളായിരുന്നു. പിന്നീട് അവരെ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിലാണ് റെഫർ ചെയ്തത്. മഞ്ചേരി അവിടെ 1.5 ലക്ഷം രൂപയോളം അടയ്ക്കാനുണ്ടായിരുന്നു. അത് അടച്ച് അവർ നെക്സ്റ്റ് അവരെ കൊണ്ടുവരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. അവൾ അഡ്മിറ്റ് ആയി. ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, ഞാൻ എൻ്റെ സ്കൂളിൽ പോയി തിരിച്ച് വൈകുന്നേരം അവരെ നോക്കി, ആ ഫാമിലിയെ നോക്കി, ആ കുഞ്ഞുങ്ങൾ അങ്ങനെ എന്നും കണ്ട് എന്നും സ്കൂളിൽ ഞാൻ അവിടെ കയറും. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. എക്സ്റേ, പരിശോധന. കാരണം അവർക്ക് ഫാമിലി റിലേഷൻസ് ആളുകൾ കുറച്ച് കുറവായതുകൊണ്ടും അവൾക്ക് കോഴിക്കോട് ഇവിടെ ആയിട്ട് വല്ലാതെ അവർ മഞ്ചേരിയുള്ള ഇതാണ്, എടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലം, അതുകൊണ്ട് ദൂരമുള്ളതുകൊണ്ട് എന്തുകൊണ്ടാണ് അവിടെ പ്രത്യേക ഒരു സ്നേഹബന്ധം, ഒരു കൂട്ടുകാരി ജസ്റ്റ് പഠിച്ചു പോയ ആ ഒരു ഓർമ്മയിൽ ഗ്രൂപ്പിൽ കാണുന്ന ആ ഒരു ബന്ധം എന്തായി മാറി, ഒരു പ്രത്യേക ഇമോഷനിലേക്ക് എത്തി. അവൾ മുസ്ലിമാണ്, ഞാൻ ഹിന്ദുവാണ്. അവിടെ ഒരു മതസ്നേഹം കൂടി വളർന്നു വന്നു. ആ കുട്ടികൾക്ക് ഞാൻ ആരായി മാറി, അമ്മയായി മാറി. കാരണം വൈകുന്നേരം ഞാൻ വരുമ്പോൾ അവരെന്നെ നോക്കി നിൽക്കുന്നതും എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നതും, അവരുടെ ഉപ്പയാണ് തിയേറ്ററിൽ ICUവിലായിരുന്നു. അങ്ങനെ അതിൽ ഇമോഷണലായിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അതിൽ ചെറിയ മോൾക്ക് അവളുടെ ഉപ്പയാണ് ICU, അതുകൊണ്ട് തന്നെ അവൾ ഭക്ഷണം കഴിക്കില്ല. ഭയങ്കര ക്ഷീണമാണ് കുട്ടിക്ക്. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു, ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അതായത് നമ്മൾ ഹിന്ദുക്കളാണ്, അങ്ങനെ ഒരു ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ അവിടേക്ക് അങ്ങനെ ആരും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എനിക്ക് സൊസൈറ്റിയോട് ചെയ്യുന്ന ഉത്തരവാദിത്വം മാത്രമല്ല, പേഴ്സണലി എനിക്ക് ആ കുട്ടി അവിടെ പുറത്ത്, എൻ്റെ കൂട്ടുകാരെ ICUവിനുള്ളിലായിരിക്കും, പുറത്ത് ആ കുട്ടി അത്ര സുരക്ഷിതയല്ല എന്ന് തോന്നി ഞാൻ എൻ്റെ വീട്ടിലേക്ക് രാത്രി കൊണ്ടുപോയി. ആ കുട്ടി എൻ്റെ വീട്ടിലേക്ക് വന്നതും എൻ്റെ കുട്ടികളെ കൂടെ ഹിന്ദുക്കളാണ്, അങ്ങനെ മതം പറയല്ല, പക്ഷെ സ്നേഹത്തിന് ഒരു മതമില്ല, ജാതിയില്ല, എന്താ പറയുക, ബ്ലഡ് അല്ലാതെ ചുവപ്പാണ് എന്നുള്ള തിരിച്ചറിവും
മതം ജാതിയൊന്നും ഒരു ഇതിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തെളിയിക്കുന്നതാണ്. എൻ്റെ കുഞ്ഞുങ്ങളും ആ കുട്ടിയും ഒരു കട്ടിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എൻ്റെ വീട്ടിലെ ഭക്ഷണം കഴിച്ചു, അവൾ നിസ്കരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു. പിറ്റേന്ന് രാവിലെ അവൾ ഫ്രഷ് ആയിട്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ അത് കഴിഞ്ഞു. അറ്റ് ലാസ്റ്റ് എന്തോ പടച്ചോ നമ്മൾ അത്രയും ആ ഒരു ജീവൻ നമുക്ക് നിലനിർത്താൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഈ ഒരു അന്ത്യാഞ്ജലി ഞാനിപ്പോൾ പറയുകയാണ്, എൻ്റെ പ്രാർത്ഥന. അദ്ദേഹം മരണപ്പെട്ടു. ആ ബഹുമാനം എന്നെന്നും ആ സ്നേഹം എനിക്ക് നിലനിൽക്കും. അങ്ങനെ ഡെഡ് ബോഡി കാണാൻ എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ എന്നെ കുറേ ജനങ്ങൾ എന്നെ കാത്തിരുന്നു. പിറ്റേന്നാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പോഴാണ് ശരിക്കും എന്താണ് ലൈഫ്, എത്രയാണ് സ്നേഹം. കാരണം ദൂരെ നിന്ന് എത്രയോ ആളുകൾ, ഇങ്ങനെ ഒരു ടീച്ചറാണ് ഇവരെ സഹായിച്ചതും ചെയ്തതും ഹോസ്പിറ്റലിൽ ഇവർ കൂട്ടായി നിന്നൊക്കെ അറിയുന്നത്, എന്നെ അറിയാത്ത കുറേ ആളുകൾ എന്നെ പരിചയപ്പെടാൻ വന്നു. സ്നേഹത്തിന് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് എല്ലാവരും എന്നോട് സംസാരിച്ചത്. അതായത് മുസ്ലിംസ് വീടാണ്, ഇസ്ലാം മത ജാതിയിൽപ്പെട്ട ആളുകളാണ് എല്ലാവരും. അപ്പോൾ അവിടെ ജാതിയില്ല മതമൊന്നുമില്ല. അങ്ങനെ അതിൽ ഞാൻ ചെന്നപ്പോൾ ഇതിൽ ഏറ്റവും ഇമോഷണൽ ഇപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞ സംഭവം, ഞാൻ ഹോസ്പിറ്റലിൽ എപ്പോഴും ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നതാണ്. മരിച്ചിട്ട് ഞാൻ അന്ന് അവരെന്നെ കണ്ടിട്ടില്ല. പിറ്റേന്നാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ കുട്ടികൾ ഓടി വന്ന്, അത്രയും മുസ്ലിംസാണ്, ഇസ്ലാം മതത്തിൻ്റെ ഒരു ഇടുങ്ങിയ അങ്ങനെയുള്ള ചിന്താഗതി, അങ്ങനെയല്ല അത്രയും വലിയ ചിന്തയുള്ള ആൾക്കാരൊന്നും അല്ല, ഒരു പാവപ്പെട്ട ഒരു മെൻറ്റാലിറ്റി ഉള്ളൊരു ഫാമിലി. അപ്പോൾ ഞാൻ ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ റൂമിലിരുന്ന് ആ കുട്ടികൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ കണ്ടു നിന്ന ജനക്കൂട്ടം മൊത്തം പൊട്ടിക്കരഞ്ഞു പോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ആ കുട്ടികളുടെ ഉള്ളിൽ വന്നത് അവരുടെ ഉപ്പയ്ക്ക് വേണ്ടി ആ കുട്ടികളും ഞാനും കൂടിയാണ് എല്ലാ റിസൾട്ടിനെല്ലാം ഓടി നടന്നത്. ആ ജീവൻ കിട്ടുകയാണെങ്കിൽ അവർക്ക് ഉപ്പയെ തിരിച്ചു കൊടുക്കാമെന്നുള്ള ഒറ്റൊരു ഇതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ആ ഓർമ്മകൾ കൊണ്ടാവാം ആ കുട്ടികൾ എന്നെ കണ്ടപ്പോൾ കരഞ്ഞതും ഞാൻ അവർക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ മനസ്സിലാക്കാൻ പറ്റിയത്. അതെൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സംഭവമാണ്. കാരണം അത് ഇവിടെ പറയാൻ പറ്റുന്ന ബെസ്റ്റ് എക്സാമ്പിളാണ്. അതുകൊണ്ടാണ് മിസ് ഇവിടെ ഷെയർ ചെയ്തത്. അതിൽ കാണാം അത് പറയുമ്പോൾ മിസ്സിൻ്റെ ശബ്ദം ഇടറിയെങ്കിൽ ഇപ്പോഴും ഞാൻ ആ കുട്ടികളെ സ്നേഹിക്കുന്നു. പിന്നീട് ആ കുട്ടികൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ മരണപ്പെട്ടു പോകും ഭാവിയിൽ. അവൾ മുസ്ലിം ആണെങ്കിൽ ഞാൻ ഹിന്ദു ആണെങ്കിൽ മരണപ്പെട്ടു പോകും. നമ്മുടെ മക്കളിലും ഈ സ്നേഹം നിലനിൽക്കണം. കാരണം അന്ന് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി എൻ്റെ മക്കളും അവളെ മക്കളും ഭാവിയിലേക്ക് പ്രായം കൂടുമ്പോൾ ഇങ്ങനെ ഇതേപോലെ തന്നെ ഒരു ബന്ധം ഭാവിയിലേക്കും വരണം എന്നുള്ള ഒരു ചിന്ത. അവിടെ ഇമോഷൻ വേറെ വഴിമാറുന്നു. അതായത് അപ്പോൾ ഒരു ബന്ധം ദൃഢമായി അവർക്ക് എക്സാമ്പിൾ ആവണം. അവിടെ പേരൻസ് ആയ ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം, അതായത് മതമില്ല ജാതിയില്ല എന്നുള്ള ആ ബന്ധം കറക്റ്റായിട്ട് കണ്ട് അനുഭവിച്ച ഞങ്ങളെ മക്കളാണ്. ഭാവിയിൽ അവർ നല്ല കൂട്ടായിട്ട് ചേച്ചിമാരും അനിയത്തിമാരുമായി ജീവിക്കട്ടെ എന്നും കൂടി ഞാനിവിടെ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് അതിൽ കറക്റ്റ് എക്സാമ്പിൾ ആവാൻ കാരണം ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എക്സ്പീരിമെൻ്റ് ആണ്. അത് എൻ്റെ ലൈഫ്, കാരണം എൻ്റെ ക്ലാസ് എൻ്റെ അനുഭവമാണെന്നതിൽ തെളിവാണ് ഈ ഒരു പോയിന്റ്. മിസ്സിൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ ആ ഒരു എന്താ പറയുക, എൻ്റെ ഹൃദയത്തിലുണ്ടാക്കിയ ഒരു മുറിവ്, ആ മരണപ്പെട്ടു പോയതുകൊണ്ട് ഒരു സങ്കടമുണ്ട്. എങ്കിലും എന്താണ് മിസ്സിന് ഇപ്പോഴും സൊസൈറ്റി നമ്മൾ അംഗീകരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെ എത്രത്തോളം അവർ എഫക്റ്റഡാണ്, പിന്നീടുള്ള നമ്മളോട് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡിൽ നമുക്കത് മനസ്സിലാവും. ഓക്കെ, അത് പോസിറ്റീവാണ്, സന്തോഷമാണ്. അതൊന്നും ഞാൻ ഇവിടെ പറയാൻ കാരണം ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അതുകൊണ്ടാണ് എന്താണ് സോഷ്യൽ ലിങ്കേജിലെ ബെസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ വാല്യൂ ഓഫ് ഡെവലപ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, ദെൻ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ, പീരീഡ്സ് ഓഫ് വാല്യൂ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാം, നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ലാസ്റ്റ് പാർട്ട്. ഓക്കെ, താങ്ക് യു ഓൾ.